കൊള്ളാം. ഇനി അടുത്തത്. ഉം. ഉം. ആ. കൊള്ളാം. തല ഒന്ന് ചരിച്ച. കൈ താഴ്ത്തി വെക്കുന്നേ. ഞാനൊന്ന് ഫോക്കസ് ചെയ്യട്ടെ. സ്വല്പം കൊണ്ട് ചരിച്ച് എടുത്തേ. കണ്ണട കണ്ണട. കണ്ണടക്കാനല്ല പറഞ്ഞത്, കണ്ണട എടുത്തു വെക്കാൻ. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇനി എന്റെ കയ്യിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കണം. മാറി മാറി നോക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് നെഗറ്റീവ് ഫോട്ടോ എടുക്കാം. ഒന്ന് ചിരിച്ചേ. ചിരിക്കേ. ഫൈൻ. റാംജി, നമ്മളന്ന് ഹോളിവുഡിലേക്ക് അയച്ച മറ്റേ ഫോട്ടോയുടെ റിപ്ലൈ ഒന്നും ഇതുവരെ കിട്ടിയില്ലല്ലോ. കിട്ടില്ല. അതെന്താ? അതല്ലേ മോനെ ഭഗവാന്റെ പരീക്ഷണം എന്ന് പറയുന്നത്. പരീക്ഷണോ? ഇന്ന് വരെയുള്ള സൂപ്പർ സ്റ്റാറുകളുടെ കഥ എടുത്ത് നോക്കിയാൽ അത് ഞാൻ രക്ഷപ്പെടുത്തിയവരുടെ ആയാലും മറ്റാരുടെ ആയാലും ആ വിജയകഥകൾക്കൊക്കെ പിന്നിൽ ഒരു പരീക്ഷണത്തിന്റെ കാലഘട്ടം ഉണ്ട്. അതൊക്കെ എനിക്കറിയാം. കുറെയൊക്കെ ഞാൻ ഈ സിനിമാ വാരികളിൽ വായിച്ചിട്ടുണ്ട്. അതാണ്. അപ്പോ നിനക്ക് വിഷമിക്കാൻ ഒന്നുമില്ല. നമ്മൾ ഇപ്പൊ എടുത്ത സ്റ്റിൽസ് ഒക്കെ നന്നായിരിക്കും അല്ലേ? അല്ല, ഇതൊക്കെ ഇനിയിപ്പോ നമ്മൾ ആർക്കൊക്കെ അയക്കണം? അയക്കണ്ടേ? അയക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. അതിനെ കുറിച്ച് ഓർത്തൊന്നും നീ വിഷമിക്കണ്ട. പിന്നെ ഇപ്പൊ തന്ന 500 കൊണ്ട് ഒന്നും ആവൂല. നീ ഇതിനു മുമ്പ് ഇവിടെ വന്ന് എടുത്ത സ്റ്റിൽസിന്റെ ഒക്കെ പണം കുറെ എനിക്ക് കിട്ടാനുണ്ട്. ബാലൻസ് തുക ഉടനെ കിട്ടണം. അത് ഉടനെ എത്തിക്കാൻ. ഹലോ. റാംജി. പ്രിയന. പ്രിയന. പ്രിയന? ഏത് പ്രിയൻ? പ്രിയദർശൻ, സംവിധായകൻ. പുതിയ ഹിന്ദി പടത്തിന്റെ വർക്കിനെ കുറിച്ച് പറയാൻ വിളിച്ചതാ. അമിതാഭ് ബച്ചന്റെ ഡേറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. ആദ്യം പ്രിയൻ ചെന്ന് കഥ പറയൂ. എന്റെ കാര്യം കൂടി ഒന്ന് ധൈര്യമായിട്ട് ഇരിക്കൂ പ്രിയ. അമിതാഭിന്റെ ജോലി ഐശ്വര്യ റോയോ. ഐശ്വര്യ റോയുടെ കാര്യം പറയണ്ട, ഞാനും അവരുമായിട്ട് ഉടക്കില്ല, അറിയാലോ. എന്റെ കാര്യം കൂടി പ്രിയ, നമ്മുടെ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, അതെന്തായി? ഓ ശരി ശരി, അത് മതി അത് മതി. ഓക്കെ ഓക്കെ. മോനെ, നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പ്രിയദർശന്റെ അടുത്ത പടത്തിൽ നീയായിരിക്കും നായകൻ. ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒന്നും വേണ്ട മോനെ, ഈ സ്നേഹം മാത്രം മതി. ബച്ചി മുതൽ എത്രയോ പേര് നെഞ്ചി ചവിട്ടി കയറി പോയിരിക്കുന്നു. ആരാ ഈ ബച്ചി? അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ എന്താ ചേട്ടന്റെ നെഞ്ചി ചവിട്ടിയെ? അതൊരു നീണ്ട കഥയാണ്. ഹേ ഭഗവാൻ, മേരാ സൂര്യനെ ആശീർവാദ് കരോ. അപ്പൊ ഞാൻ രക്ഷപ്പെടും അല്ലേ റാംജി? വെറുതെ രക്ഷപ്പെടുന്നല്ല, ഭയങ്കരമായിട്ട് രക്ഷപ്പെടും. മോനെ, നീ ഇവിടെ ഒന്നും ജനിക്കേണ്ടവനല്ല. പിന്നെ? നീ ജനിക്കേണ്ടവനേ അല്ല. അതെന്താ? നീ പിറവി എടുക്കണം. സൂപ്പർ സ്റ്റാർ പിറവി. ഇത് ഇൻസ്റ്റാൾമെന്റ് സാധനങ്ങളാണ് തോന്നുന്നു. എന്റെ പഴയ ചട്ടിപട്ടി കോടാലി ഇൻസ്റ്റാൾമെന്റ് സാധന. അളിയ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെപ്പിക്കേ. ഇല്ല, ഞാൻ തറക്കും. അത് തന്നെ ഞാനും ചോദിക്കുന്നേ. നിങ്ങൾ ആരാ? എന്താ ഇവിടെ വേലക്കാരനാ? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണ്? നിങ്ങളുടെ വീടോ? പിന്നെ എന്താ ഡൗട്ട്? അപ്പൊ അവന്മാരെന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചതോ? എവന്മാര്? ഇതിന്റെ ഓണർമാർ രണ്ടാള്. അപ്പൊ ഞാൻ അറിയാതെ നീ കാശ് വാങ്ങിച്ച് ഈ വീട് പറഞ്ഞു വിറ്റല്ലേ? ഞാൻ അറിയാതെ നിങ്ങൾ ഇവന്മാരിക്കുന്ന കാശ് മേടിച്ച് വീട് വിറ്റോ? നിങ്ങളല്ല, അവന്മാര്. നിക്ക്, ഇന്ന് നമുക്ക് പതിവ് റൂട്ട് മാറ്റാം. ഈ നിയോജക മണ്ഡലം വിട്ടൊന്ന് കളിക്കാം. അല്ലെങ്കിൽ ചിലപ്പോ ആ വാടകക്കാരൻ ഹെൽത്ത് ഓഫീസറുടെ ബൂത്തിൽ ചെന്ന് ചാടിയെന്ന് വരും. ഇന്നാണല്ലോ അങ്കിളും ആന്റിയും ആ വാടകക്കാരന്റെ പടി അടച്ച് പിണ്ടം വെക്കുന്നത്. അവർ പടി അടച്ച് പിണ്ടം വെക്കുകയോ പടി അടക്കാതെ പിണ്ടം വെക്കുകയോ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ കാര്യം. നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടുന്നത്? എന്നാലും നമുക്ക് അവരൊന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ? ഇപ്പൊ തന്നെ നല്ലൊരു ഹെൽപ്പ് ചെയ്തില്ലേ? അതുപോലെ നമ്മുടെ കാശും കിട്ടിയില്ലേ? സാറന്മാരെ, ഒരു കാര്യം പറയാനുണ്ട്. ആരാ അത്? ഒരു പരിചയമുള്ള ശബ്ദം. അതെ, ജോലി ശുപാർശ 2000 രൂപ. അവനാണ്. വിട്ടോ, ആയിക്കോട്ടെ, അവൻ പുറകെ തന്നെ ഉണ്ട്. ഈ റൂട്ടും മാറ്റാം. മാറ്റാം. ഓടല്ലേ, നിക്കണേ, ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ വളരെ ബിസിയാ. ഇന്നൊരു മിന്നൽ പരിശോധനയുണ്ട്. അതുകൊണ്ട് മിന്നൽ പോലെ പോയിക്കൊണ്ടിരിക്കുക. കാര്യങ്ങൾ കേൾക്കാനുള്ള ടൈം. ബൈ ബൈ. ഓ
പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ പരാതി കൊടുത്തു കേട്ടോ. ഇത് ചേട്ടന്റെ പാന്റ് ഷർട്ട് ആണല്ലോ. ഹലോ ഒന്ന് നിൽക്കണേ. ഓഹോ വണ്ടി തിരിക്കണം. ഒരു അർജന്റ് കാര്യത്തിൽ പോകാനുള്ളതാ. അതെ അങ്കിളും ആന്റിയും Bloody rascals. നായിന്റെ മക്കളെ അവരൊക്കെ എന്താ നിങ്ങൾ ചെയ്തത്? അല്ല എന്ത് ചെയ്തു? ഞങ്ങള് അങ്കിളിനും ആന്റിക്ക് ഒരു സമ്മാനമായിട്ട് അങ്ങോട്ട് എന്തിനാ ആ വീട് രണ്ടാമത് വിൽക്കാനോ? അയ്യോ അത് പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. ഞങ്ങൾ വാടിക്കൊടുത്ത വീട് മാറിപ്പോയി. അതെ. ഇതാരെങ്കിൽ എന്നെ അറിയില്ലേ? ഇല്ല ഇല്ല. I will arrest you. പോലീ- ആ, police. പോലീസോ? Police. ആ, അല്ല. അങ്കിൾ പോലീസിനെ വിളിക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. കുംഭകോണവും വാണിഭവും പോലുള്ള വൻകിട തരികടകൾ നടത്തുന്ന മാന്യന്മാര് ഇവിടെ നാട് ഭരിച്ച് വിലസുന്നു. ജീവിക്കാൻ വേണ്ടി ഒരു കൊച്ചു കള്ളം പറഞ്ഞതിന് നമ്മൾ ലോക്കപ്പിൽ കിടന്ന് കൊതുകടി കൊള്ളുന്നു. അതുകൊണ്ടാണ് കഴുതേ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, ചെയ്യുന്നെങ്കിൽ ഒരു അറ്റ കൈയായിരിക്കണം. ഒറ്റയടിക്ക് ഒരു ജന്മം മുഴുവൻ സുഖമായിട്ട് കഴിയാനുള്ളത് അടിച്ചു മാറ്റണം. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഇവിടെയുള്ള ബ്ലേഡ് കമ്പനികൾ കുത്തി തുറന്ന് ലോക്കറിലുള്ളതെല്ലാം അടിച്ചു മാറ്റാം. 50-50 സമ്മതമാണ്. കയ്യിലടിക്ക്. താൻ എന്താ എന്നെ കുറിച്ച് കരുതി? ജീവിക്കാൻ വേണ്ടി ചില കൊച്ചു കൊച്ചു കള്ളങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില കുസൃതികൾ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ലോക്കർ കുത്തി തുറക്കാനും കാശടിച്ചു മാറ്റാനും തന്നെ പോലെ ഞാൻ അധപ്പതിച്ചിട്ടില്ല. നീ അധപ്പതിക്കരുത്. നീ ഉയരങ്ങളിൽ എത്തേണ്ടവനാണ്. എനിക്ക് ജീവിക്കണം, അതിന് കാശാണ് ആവശ്യം. അതിനുവേണ്ടി ഞാൻ എന്ത് വൃത്തികെട്ട മാർഗവും ഞാൻ സ്വീകരിക്കൂടാ. എനിക്കിപ്പോ തന്നെ ശരിക്കും മനസ്സിലായി. ആഹാ. നമ്മൾ തമ്മിൽ സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടാ. നമ്മൾ തമ്മിൽ ശരിയാവില്ല. നമുക്ക് പിരിയാം. അതാ നല്ലത്. അതാ നല്ലത്. പിരിയാം. അയ്യോ സോറി. ഇവര് തന്ന കംപ്ലൈന്റ് ഇവര് തന്നെ പിൻവലിച്ചത് കൊണ്ട് തൽക്കാലം ഞാൻ വെറുതെ വിടുന്നു. മേലിൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ. ഞങ്ങളല്ല. സോറി, മേലിൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ പൊന്നു മക്കളെ നിങ്ങളെ വെറുതെ വിടില്ല. മനസ്സിലായോടാ? ആ പോ പോ പോ. താങ്ക് യു സാർ. വേണ്ട വേണ്ട, താങ്ക്സ് പറയണ്ട. ആരോട് ചോദിച്ചിട്ടാ എന്റെ ബ്രദറിന്റെ പാന്റ് ഷർട്ട് എടുത്ത് അവന്മാർക്ക് കൊടുത്തത്? എനിക്ക് അതേ കളറിലെ പുതിയ പാന്റ് ഷർട്ട് കൂടെ കിട്ടണം. ഇല്ലെങ്കിൽ ഉണ്ട തിന്നാൻ പോണം നിങ്ങളായിരിക്കും. താങ്ക് യു വെരി മച്ച് സാർ. അത് പറയരുതെന്നല്ലേ പറഞ്ഞത്? താങ്ക് യു സാർ. ഞങ്ങൾ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും ഇങ്ങനെ ഒരു ആപത്തിൽ ഉപകരിച്ച് നിങ്ങളോട് എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇനി ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കില്ല. അതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വാ, നമുക്ക് പോവാം. ഇല്ല ആന്റി, ഞങ്ങൾ ഇനി ഒരുമിച്ചില്ല. ഞങ്ങൾ പിരിയാണ്. അതെ അങ്കിൾ, പിരിഞ്ഞേ പറ്റൂ. ജീവിതത്തിൽ വ്യത്യസ്ത ലക്ഷ്യങ്ങളുള്ള രണ്ടുപേരും ഒരുമിച്ച് നടന്നാൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പിരിയുക. അതുകൊണ്ട് ഞങ്ങൾ രണ്ടു വഴിക്ക് പിരിഞ്ഞ് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. എനിക്ക് എന്റെ വഴി. അപ്പോ ഗുഡ് ബൈ ആന്റി. ഗുഡ് ബൈ അങ്കിൾ. ഐ ലവ് യു പട്ടച്ചര. പട്ടച്ചാരത്തിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. എനിക്ക് പണം ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞതാ. ഒരു ഫുള്ള് തീർന്നു. മൈ ഡിയർ ചന്ദ്രൻ, പണം ഉണ്ടാക്കാൻ നീ മറ്റൊന്നും ചെയ്യണ്ട. നേരെ അമേരിക്കയിൽ ലോസ് ഏഞ്ചൽസിൽ പോ. ലോസ് ഏഞ്ചൽസിൽ പോയിട്ട് എന്നിട്ട് ഏതെങ്കിലും ബാറിന്റെ അടുത്ത് ചെന്ന് അവിടെ എങ്ങനെ നിൽക്കാം. അപ്പൊ അവര് വന്ന് നിന്നെ എങ്ങനെ പിക്ക് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകും. പൊയ്ക്കോളൂ. അന്ന് രാത്രിയായിട്ട് നിന്നെ കുളിപ്പിക്കും. എന്നിട്ട് നല്ല വസ്ത്രവും ഭക്ഷണവും ബീറൊക്കെ എല്ലാം വാങ്ങിച്ചു. രാത്രിയാകുമ്പോ ഏതെങ്കിലും വലിയ ഹോട്ടൽ മുറി കഴിക്കും. പോകുമ്പോ കഴിഞ്ഞറിയ കാശും തരും. അങ്കിള് പോയിട്ടുണ്ടോ? ഏയ് ഞാൻ പോയില്ല, എന്റെ വൈഫ് പോയിരുന്നു. തിരിച്ചു വന്നപ്പോ അവള് കോലായത്. അല്ല, ഫസ്റ്റ് അങ്കിളും ഫസ്റ്റ് ആന്റി. എഴി. എന്നിട്ട് വീട്ടിലോട്ട് വിട്ടോ. ഞാൻ ഒറ്റയ്ക്ക് വിട്ടിരുന്ന് ആലോചിച്ചൊരു മാർഗം കണ്ടുപിടിച്ചോളാം. ഹലോ സാർ
ഹലോ ഹലോ யாரு தலைவரா? எப்படி சௌக்கியமா? என்ன 27க்கு புது படம் ஸ்டார்ட் பண்ண போறீங்களா? நான் கண்டிப்பா வரணுமா? രജനീകാന്ത് പുതിയ പടത്തിന് അങ്ങോട്ട് തിരിച്ച് ഞാൻ തന്നെ എടുത്തു കൊടുക്കണമെന്ന്. എനിക്കും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറ. தலைவா நம்ம ஒரு பையன் விஷயமாக சொல்லி இருக்கு இல்லையா? நடிப்பேன், ரொம்ப நல்லா நடிப்பேன். யாரு? மணிரத்னமா? அடே அப்பா, அதுவே போதும். ரொம்ப தேங்க்யூப்பா. ஆமா ஆமாமா. എടാ നീ മണിരത്നത്തിന്റെ പുതിയ പടത്തിൽ മണിരത്നത്തിന്റെ പടം അല്ലേ? രജനീകാന്തിന്റെ സ്റ്റിൽസ് എടുക്കാൻ താൻ തന്നെ പോണോ അല്ലേ? അമിതാഭ് ബച്ചന് ചാൻസ് കൊടുക്കുന്ന നീയാണല്ലേ? എടാ പുല്ലേ, അപ്പൊ ഇത്രയും നാൾ നീ മാർപ്പാപ്പയെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കുകയായിരുന്നല്ലേ? അത് സൂര്യ, ഇത് ഇന്ന് അവര് വന്ന് കട്ട് ചെയ്തതാ. കട്ട് ചെയ്തതിന് ശേഷം നീ രജനീകാന്തിനോട് സംസാരിച്ചതോ? ഇനി ഇത് കോർട്ട്ലെസ് ഫോണോ മറ്റാണോ? സാധ്യതയുണ്ട്. കോൾലെസ് അല്ല, ഫ്രോഡുകളുടെ ഫോണാ. എടുക്കടാ എന്റെ കാശ്. സൂര്യ, പൈസയുടെ പേരിൽ നമ്മുടെ ബന്ധം നീ തുലാസിൽ വെച്ച് തൂക്കരുത്. കേറാ, തൂക്കാൻ പോകുന്ന നിന്റെ ബന്ധമല്ല, നിന്റെ കൊടൽമാലയാ. രജനീകാന്തിന്റെ ഇടി നീ കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. നീ അമിതാഭ് ബച്ചന്റെ ഇടി. ഇങ്ങനെ. ഷാരൂഖ് ഖാന്റെ ഇടി. നോക്ക്. സൂര്യ, ഒരു കരാട്ടെ അഭ്യസിച്ച ചിരഞ്ജീവിയുടെ ഇടി, ഏറെ സൽമാൻ ഖാന്റെ ഇടി, സൂര്യ, അമീർ ഖാന്റെ ഇടി. എന്റെ കൺട്രോൾ കംപ്ലീറ്റ്. സഹിക്കാവുന്ന ഒരു കോട്ടയുണ്ട്. പക്ഷെ ഞാൻ കെട്ടിയ കോട്ട മുഴുവൻ നീ തകർത്തില്ലടാ പുല്ലേ. നിന്നെ ഞാൻ കൊല്ലുവാ നിന്നെ. ഇരിക്കരുത് സൂര്യ, നിനക്ക് തരാനുള്ള നീ പൈസ ജീവിച്ചിരിക്കാൻ തിരിച്ചു തരും പാടില്ലടാ. എന്ന് നീ വിചാരിക്കരുത്. എന്റെ ഈ പൈസ ഇല്ല. പക്ഷെ നിന്റെ ആഗ്രഹം നടക്കാനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ ഒരു ഞാൻ ഒന്നും പറയുന്നതാ. പറയുന്നത് നീ കേൾക്ക്, എന്നിട്ട് നീ എന്നെ വീക്ക്. 1 മിനിറ്റ്.